വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് കോസ്റ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? കഴിഞ്ഞ സെഷനിൽ പഠിച്ചത് എന്താണ്? കോസ്റ്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? കോസ്റ്റ് എന്ത് ചെയ്താണ്? ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കാം. നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ട്രേസിബിലിറ്റി, വേരിയബിലിറ്റി, നോർമാലിറ്റി, എലമെൻറ്റ്സ്, കൺട്രോളബിലിറ്റി, ഫൈനാൻഷ്യൽ നേച്ചർ. ഈ 6 പഠിക്കുക. ഏതൊക്കെയാണ്? ട്രേസബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നു, വേരിയബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നു, നോർമാലിറ്റി, എലമെൻറ്റ്സ്, കൺട്രോളബിലിറ്റി, ഫൈനാൻഷ്യൽ നേച്ചർ. അങ്ങനെ ഈ 6 തരത്തിലാണ് നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ആദ്യത്തെ 3 നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി, ഓൺ ദ ബേസ് ഓഫ് വേരിയബിലിറ്റി ആൻഡ് ഓൺ ദ ബേസ് ഓഫ് നോർമാലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യത്തെ 3 ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കോസ്റ്റിനെ നമ്മൾ 6 എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ആണ് നമ്മുടെ on the base classification of cost on the base of traceability, function, variability, elements, controllability, normality, financial nature. നോക്കാം. classification according to traceability or identifiability. ട്രേസബിലിറ്റി ഓർ ഐഡൻറ്റിഫയബിലിറ്റിയുടെ ബേസിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഓൺ ദ ബേസ് ഓഫ് ഐഡൻറ്റിഫയബിലിറ്റി കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതായത് ട്രേസബിലിറ്റിയുടെ ബേസിസിൽ അല്ലെങ്കിൽ ഐഡൻറ്റിഫയബിലിറ്റിയുടെ ബേസിസിൽ കോസ്റ്റിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. എന്താണ് ഡയറക്റ്റ് കോസ്റ്റ്? Direct cost refers to those costs which can be clearly and easily traced or identified with a job. അതായത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ട്രേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദ മാനുഫാക്ചർ ഓഫ് എ വുഡൻ ടേബിൾ, കോസ്റ്റ് ഓഫ് ടിമ്പർ യൂസ്ഡ് ആൻഡ് ദ വേജസ് പെയ്ഡ് ടു കാർപ്പൻറ്റർ ആർ ഡയറക്റ്റ് കോസ്റ്റ്. എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്? നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ ഈസിലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്ത് കോസ്റ്റ് ആണെന്ന്. അപ്പോൾ നോക്കുക, മാനുഫാക്ചറിങ്, വുഡൻ ടേബിൾ മാനുഫാക്ചർ ചെയ്യുന്നൊരു ബിസിനസ് ഫേമാണെന്ന് വിൽക്കുക. അവിടെ എന്താണ് സംഭവിക്കുന്നത്? കോസ്റ്റ് ഓഫ് ടിമ്പർ യൂസ്ഡ്, അതായത് ടിമ്പറിന് നമ്മൾ എന്തൊക്കെ ചിലവാക്കി. ഒരു ടേബിൾ നിർമ്മിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന ആ ടിമ്പറിന് നമുക്ക് നിർമ്മിക്കാൻ അല്ലെങ്കിൽ മേടിക്കാൻ ഉണ്ടായ ചിലവ് എത്രയാണ്? അതാണ് അവിടുത്തെ ഡയറക്റ്റ് കോസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ആ തടിയെ ആ കാണുന്ന ടേബിളാക്കി മാറ്റാൻ വേണ്ടി കാർപ്പൻറ്റർക്ക് എത്ര രൂപ ചിലവായി? അതൊരു ഡയറക്റ്റ് കോസ്റ്റാണ്. അതായത് ആ മെറ്റീരിയൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാൻ എടുത്ത ലേബറിനുണ്ടായ ചിലവ്. അത് എന്തിന് എക്സാമ്പിളാണ്? ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിളാണ്. സോ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നുമാണ് ഐഡൻറ്റിഫയബിലിറ്റി. അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോസ്റ്റുകളെന്നാണ് അത് ഉദ്ദേശിക്കുന്ന പേരിൽ തന്നെ. ട്രേസബിലിറ്റിയുടെ ബേസിൽ ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസിലി ട്രേസബിൾ ആണ്. എന്താണ്? ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ്, ഏത് തരത്തിലുള്ള റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽ യൂസ് ചെയ്യാനെടുത്ത ചിലവ് എത്രയാണ്, അല്ലെങ്കിൽ ആ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി എടുക്കാൻ എന്തുമാത്രം റോ മെറ്റീരിയൽസ് വേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തുമാത്രം അതിന് വേജസ് അല്ലെങ്കിൽ അതിന് ലേബർ എത്രമാത്രമായി. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് കോസ്റ്റ് ആർ ആൾസോ നോൺ ആസ് പ്രൈം കോസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈം കോസ്റ്റ് ഓർ ട്രേസിയബിൾ കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ എഴുതണം, ട്രേസിയബിൾ കോസ്റ്റ് എന്നാണ്. ട്രേസിയബിൾ കോസ്റ്റ് എന്നാണ് പ്രൈം കോസ്റ്റിൻ്റെ മറ്റൊരു പേര്. ഇപ്പോൾ നോക്കാം, പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൈം കോസ്റ്റ് കിട്ടുന്നത്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലെ, ഡയറക്റ്റ് ലേബറെ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിന് 3 കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? ഡയറക്റ്റ് കോസ്റ്റ്. ഇത് 3 കൂടെ കിട്ടുമ്പോഴാണ് ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ആ ഡയറക്റ്റ് കോസ്റ്റിന് മറ്റൊരു പേരാണ് പ്രൈം കോസ്റ്റ് അല്ലെങ്കിൽ ട്രേസബിൾ കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3. എങ്ങനെയൊക്കെയാണ് അതിന് 3ആയിട്ട് തരംതിരിച്ചേക്ക് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്.
ഡയറക്റ്റ് ലേബറിൻ്റെ മറ്റൊരു പേരാണ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് ലേബർ എന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റിനെ 3ആയിട്ട് തിരിച്ചു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തപ്പോൾ 6 തരത്തിലാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അതിലൊരു ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസ് ഓഫ് ട്രേസബിലിറ്റി ഓർ ഐഡൻറ്റിഫയബിലിറ്റി എന്നുള്ളത്. ആ ട്രേസബിലിറ്റി ഐഡൻറ്റിഫയബിലിറ്റിയുടെ രീതിയിൽ ആ ട്രേസബിലിറ്റിയിൽ 3ആയിട്ട്, അതായത് ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും പറഞ്ഞ് 2ആയിട്ട് തിരിച്ചു. ആ 2ആയിട്ട് തിരിച്ചതിൽ നിന്നും ഡയറക്റ്റ് കോസ്റ്റിനെ 3ആയിട്ട് തിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് എക്സ്പെൻസ്. നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ക്ലിയർലി ട്രേസ്ഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് വിത്തിൻ എ പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കാര്യവും. അതായത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എന്ത് മെറ്റീരിയലാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്, എന്ത് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. ഈസിലി ട്രേസബിൾ കോസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ എ സ്പെസിഫൈഡ് പ്രൊഡക്റ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഷർട്ട് എടുക്കുകയാണെങ്കിൽ ആ ഷർട്ടിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഏതാണ് നൂല്, ഏത് റോ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ വഴി ഈസിലി ട്രേസബിൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ടിമ്പർ ഇൻ വുഡൻ ഫർണിച്ചർ. അതായത് വുഡൻ ഫർണിച്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ടിമ്പർ അല്ലേ, ടിമ്പർ അതായത് അത് ഒരു ഡയറക്റ്റ് മെറ്റീരിയലാണ് ടിമ്പർ എന്നുള്ളത്. അതുപോലെ ഗോൾഡ് ഫാക്ടറിയിലെ ഗോൾഡ്. അതുപോലെ തന്നെ ലെതർ ഇൻ ഷൂ നിർമ്മിക്കാൻ എടുക്കുന്ന ലെതർ. അതുപോലെ തന്നെ പേപ്പർ ഇൻ ബുക്സിലുണ്ടാ പേപ്പർ. ഗാർമെൻസിനുണ്ടാകുന്ന ക്ലോത്ത്, ഗാർമെൻസിന് എടുക്കുന്ന ക്ലോത്ത്. അതുപോലെ തന്നെ ഷുഗർ കെയിനിൽ നിന്നും ഷുഗർ. അപ്പം ഇത്തരത്തിലുള്ള ഡയറക്റ്റായിട്ട് ഏത് മെറ്റീരിയലാണോ ആ സാധനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ട്രേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയലാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ക്ലിയർലി ട്രേസ്ഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ്. ആ പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ട്രേസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്നും. അതിലൊരു സബ്പാർട്ടാണ് അത്തരത്തിലുള്ള മെറ്റീരിയൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയലാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത നോക്കാം. അടുത്ത ഡയറക്റ്റ് കോസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഡയറക്റ്റ് ലേബർ. എന്താണ് ഡയറക്റ്റ് ലേബർ? ഇറ്റ് റെഫേഴ്സ് ടു സ്പെസിഫിക് കോസ്റ്റ് ഓഫ് വർക്കേഴ്സ് യൂസ് ടു മേക്ക് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ എടുക്കുന്ന ചിലവ്, ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ എടുക്കുമ്പോൾ അതിന് ലേബറിന് കൊടുക്കുന്ന ചിലവ് അല്ലെങ്കിൽ വേജസ് എത്ര ആണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. നോക്കാം. വേജസ് പെയ്ഡ് ടു കാർപ്പൻറ്റർ ഫോർ മാനുഫാക്ചറിങ് ഫർണിച്ചർ. നമ്മൾ പറഞ്ഞു ടിമ്പർ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ എക്സാമ്പിൾ എടുത്തതാണ്. ടിമ്പർ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അത് കോസ്റ്റ് ടിമ്പർ മേടിച്ച ഇടത്തിൽ എന്ത് ചിലവായി, അത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ആ ടിമ്പർ വെച്ച് ആ പ്രൊഡക്റ്റ് പുതിയൊരു ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റി, അതായത് വുഡൻ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എടുത്ത ചിലവ്, ആ വുഡൻ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കാർപ്പൻറ്റർക്ക്, അതായത് നമുക്ക് ആ ലേബറിന് കൊടുത്ത ചിലവ്, അതാണ് എന്ത്, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. നോക്കാം. വേജസ് പെയ്ഡ് ടു കാർപ്പൻറ്റർ ഫോർ മാനുഫാക്ചറിങ് ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്നതിന് അനുബന്ധമായി അതിന് ചിലവായ തുക, അതിന് ചിലവായ എക്സ്പെൻസ്, എന്ത് എക്സ്പെൻസ് ആണ്, ലേബറിന് ചിലവായ എക്സ്പെൻസ് ആണ് എന്ത്, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേജസ് പെയ്ഡ് ടു ഗോൾഡ് സ്മിത്തിനെ നമ്മൾ കൊടുക്കുന്ന ചിലവ് ഫോർ മാനുഫാക്ചറിങ് ഗോൾഡ് ജ്വല്ലറി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഗോൾഡ് സ്മിത്തിന് നമ്മൾ എന്ത് വേജസ് പേ ചെയ്യുന്നു അതിനെയും നമ്മൾ എന്താണ്, ഡയറക്റ്റ് ലേബറായിട്ടാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പേയ്മെൻറ്റ് ടു ടൈലർ ഇൻ റെഡിമെയ്ഡ് വെയർ യൂണിറ്റ്, റെഡിമെയ്ഡ് നിർമ്മിക്കാൻ വേണ്ടി ടൈലർക്ക് കൊടുക്കുന്ന പൈസ, അതെന്താണ്, ഡയറക്റ്റ് ലേബർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് ലേബർ നമ്മൾ പറഞ്ഞു. ഇനി ഡയറക്റ്റ് കോസ്റ്റിൽ വരുന്ന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്? ദീസ് ആർ ദ എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ ഇൻകേർഡ് ഇൻ ഫുൾ ഇൻ മേക്കിംഗ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിങ് എ സർവീസ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ്, ടൈലർ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വുഡൻ ടേബിൾ നിർമ്മിക്കുന്ന വുഡൻ ടിമ്പർ മാനുഫാക്ചറിങ് കമ്പനി. ഇതിനൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള കമ്പനികളെ ഇത് ഫൈനൽ പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനെ അതുവരെ എന്ത് ചിലവുണ്ടാകുന്നോ അതിനെല്ലാം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അതായത് അത്തരത്തിലുണ്ടാകുന്ന സ്റ്റാർട്ടിങ് മുതൽ റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് വഴി ഉണ്ടാകുന്ന എന്ത് ചിലവാണോ അതിനെല്ലാം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ഇൻ ഫുൾ ഇൻ മേക്കിംഗ്
എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിങ് എ സർവീസ്, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് വഴിയോ എത്രത്തോളം ചിലവുണ്ടാകുന്നോ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നോക്കാം എക്സാമ്പിൾ, കോസ്റ്റ് ഓഫ് മേക്കിംഗ് എ മോഡൽ, അതായത് ഒരു മോഡൽ നിർമ്മിക്കുന്നതിന് എടുക്കുന്ന ചിലവ് എന്ത് ചിലവാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ എക്സ്പെൻസ് ഫോർ മാനുഫാക്ചറിങ് ആൻ ഐറ്റം, അതായത് ഒരു ഐറ്റം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അതിനുള്ള എക്സ്പെരിമെൻറ്റിന് ഉണ്ടാകുന്ന ചിലവ് അത് എന്തൊരു ചിലവാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ റോയൽറ്റി പെയ്ഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ് എക്സെട്ര, അതായത് റോയൽറ്റി നമ്മൾ കൊടുക്കുന്നു ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ റോയൽറ്റി കൊടുക്കുകയാണെങ്കിൽ അതും എന്ത് എക്സ്പെൻസ് ആണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നോക്കാം, ഡയറക്റ്റ് കോസ്റ്റ് ആർ ഓൾസോ കോൾഡ് ചാർജബിൾ എക്സ്പെൻസ്. ഡയറക്റ്റ് കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഇത് പഠിച്ചു വെക്കുക. ഡയറക്റ്റ് കോസ്റ്റിൻ്റെ മറ്റൊരു പേര് എന്താണ്? ചാർജബിൾ എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഡയറക്റ്റ് കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണെന്ത്? ചാർജബിൾ എക്സ്പെൻസ്. ചാർജബിൾ എക്സ്പെൻസ് ഈസ് ഡാഷ് എന്ന് പറഞ്ഞ് പരീക്ഷ ചോദിച്ചാൽ എഴുതണം എന്താണ്? ഡയറക്റ്റ് കോസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ മൂന്ന് ഭാഗങ്ങൾ പഠിച്ചു. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് വേജസ് അല്ലേ? അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ഡയറക്റ്റ് എക്സ്പെൻസ് പഠിച്ചു, ഡയറക്റ്റ് മെറ്റീരിയൽ പഠിച്ചു, അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ പഠിച്ചു അല്ലേ? നോക്കാം ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പം ഡയറക്റ്റ് കോസ്റ്റ് അതോടുകൂടി കഴിഞ്ഞു. ഇനി എന്താണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് നോക്കാം. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ general nature and are neither identifiable nor traceable to a particular product. അതായത് ജനറൽ നേച്ചറിലുള്ള ചിലവുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ത് ചെയ്യുന്നില്ല? നെയ്തർ ഐഡൻറ്റിഫയബിൾ ഓർ ട്രേസബിൾ ടു എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ട്രേസബിൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഇൻഡയറക്റ്റ് കോസ്റ്റുകളെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ എന്തായിട്ട് തിരിക്കുന്നു? മൂന്നായിട്ട് തിരിക്കുന്നു. ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആർ ദോസ് മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് ടു എ സ്പെസിഫൈഡ് പ്രൊഡക്റ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പർട്ടിക്കുലർ പ്രൊഡക്റ്റിനുണ്ടായ ചിലവാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചിലവുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയലിലും അതേ സെയിം അവസ്ഥയാണ്. നോക്കാം, ഇൻ വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് നെയിൽസ് യൂസ്ഡ്, കോസ്റ്റ് ഓഫ് പോളിഷ്, കോസ്റ്റ് ഓഫ് ഗം എക്സെട്ര. അതായത് വുഡൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ നമ്മൾ ആണി അടിച്ചില്ലേ ടേബിളിൻ്റെ കാലുകളെല്ലാം പിടിപ്പിക്കുന്നത്, അത്തരത്തിലുണ്ടാകുന്ന ആണിയുടെ ചിലവ് അതൊരു ഡയറക്റ്റ് മെറ്റീരിയലാണോ? അല്ല, അത് ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പോളിഷ്, അതിന് നമ്മൾ നിർമ്മിച്ചതിന് ശേഷം പോളിഷ് ചെയ്യുന്നെങ്കിൽ ആ പോളിഷിന് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് അല്ല, അത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതിന് നമ്മൾ പല സൈഡിൽ ഈ കാലുകൾ പിടിപ്പിക്കാൻ വേണ്ടി ആണിയും പശയും തേക്കും. അത്തരത്തിലുള്ള പശയ്ക്ക് ചിലവാകുന്ന തുകയും ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അത് നമുക്ക് കണ്ണുകൊണ്ട് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫയബിൾ ടു എ സ്പെസിഫിക് പ്രൊഡക്റ്റ്. ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് കണ്ടുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചിലവുകളാണ് അല്ലെങ്കിൽ ചിലവുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും അതിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഹെഡിൽ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കാം അടുത്തത് ഇൻഡയറക്റ്റ് ലേബർ. എന്താണ് ഇൻഡയറക്റ്റ് ലേബർ? ഇറ്റ് ഈസ് ദ ലേബർ വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് ടു എ സ്പെസിഫിക് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് കണ്ടുകൊണ്ട് എന്ത് ലേബറാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇൻ വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് പേയ്മെൻറ്റ് സൂപ്പർവൈസർ, ഹെൽപ്പർ, സെക്യൂരിറ്റി സ്റ്റാഫ് എക്സെട്ര ആർ ഇൻഡയറക്റ്റ് ലേബർ. നമ്മൾ പറഞ്ഞു ഒരു വുഡൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ നമ്മൾക്ക് കാർപ്പൻറ്റർ ടേബിൾ പണിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന വേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബറിൻ്റെ എന്ന് പറഞ്ഞു. പക്ഷേ ഡയറക്റ്റ് ലേബർ അല്ല. ആ ഒരു വുഡൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരു സെക്യൂരിറ്റി കാണും. അദ്ദേഹത്തിന് ഈ നിർമ്മാണമായിട്ട് ഒരു ബന്ധവുമില്ല, ഡയറക്റ്റ് ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് സൂപ്പർവൈസർ, അതുപോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന് പറയുന്നത്. അവർ പുറത്തുള്ള വ്യക്തികളാണ്. പക്ഷെ അവരാണ് ഈ ഓവറോൾ പ്രൊസീജിയർ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു കൺട്രോളിങ് ഫാക്ടർ ഏതൊരു ബിസിനസ്സിലും വേണം. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ലേബറിന് എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതൊരു ഇൻഡയറക്റ്റ് ലേബറിന് എക്സാമ്പിൾ ആണ്. സോ ഇൻ വുഡൻ മാനുഫാക്ചറിങ് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് പേയ്മെൻറ്റ് സൂപ്പർവൈസറിന് കൊടുക്കുന്നതും ഹെൽപ്പറിന് കൊടുക്കുന്നതും സെക്യൂരിറ്റി സ്റ്റാഫിനെയൊക്കെ കൊടുക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് ലേബറാണ്.
അതേസമയം കാർപ്പൻറ്ററിന് കൊടുക്കുന്ന എന്താണ്? വുഡൻ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ കാർപ്പൻറ്റർ കൊടുക്കുന്നത് ഡയറക്റ്റ് ലേബർ ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഡയറക്റ്റ് വേജസ് ആർക്കാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. എടുത്ത് നോക്കാം, എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് നോക്കാം. Indirect expense are those items of expense which cannot be identified to a product. അത് നമുക്ക് എത്രത്തോളം എക്സ്പെൻസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്? ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ ദോസ് ഐറ്റംസ് ഓഫ് എക്സ്പെൻസ് വിച്ച് കനോട്ട് ബി ഐഡന്റിഫൈഡ് ടു എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് കണ്ടുകൊണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് കണ്ടുകൊണ്ട് നമുക്ക് ഇന്ന മെറ്റീരിയൽ ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് മെറ്റീരിയൽ ആണോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും അത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള എക്സ്പെൻസ് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് എക്സാമ്പിൾ എന്താണ്? റെന്റ് ഓഫ് ഫാക്ടറി റെന്റ്. നമ്മൾ വുഡൻ മാനുഫാക്ചറിങ് കമ്പനിയുടെ കേസാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വുഡൻ മാനുഫാക്ചറിങ് കമ്പനിക്ക് ആ പ്രമിസിന് റെന്റ് കൊടുക്കുന്നത് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡയറക്റ്റ് മെറ്റീരിയലോ ഡയറക്റ്റ് ലേബറോ ഡയറക്റ്റ് എക്സ്പെൻസോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ലൈറ്റിംഗ് ഓഫ് ദ ഫാക്ടറി, ആ ഫാക്ടറിക്ക് ലൈറ്റ് ഇടുന്നത് നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷെ അതുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ നടക്കൂ. മനസ്സിലായോ? പക്ഷെ ഡയറക്റ്റ് ബന്ധമില്ലെന്ന് മനസ്സിലാക്കി വെക്കുക. The sum total of indirect material, indirect labor and indirect expenses are known as overhead. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിൻ്റെ മൂന്നിൻ്റെ കൂടെ സമ്മിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റ് എന്താണ്? ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിൻ്റെ മൂന്നിൻ്റെ സമ്മിനെ നമ്മൾ പ്രൈം കോസ്റ്റ് അല്ലെങ്കിൽ ട്രേസബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. പകരം ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെയും ഇൻഡയറക്റ്റ് ലേബറിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും സമ്മിനെ ഓവർ ഹെഡ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ് ഓവർ ഹെഡ് എന്ന് മനസ്സിലായി, എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് മനസ്സിലായി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. പ്രൈം കോസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. നോക്കാം അടുത്ത. അപ്പോൾ നമ്മൾ ട്രേസബിലിറ്റിയുടെ ബേസിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും പഠിച്ചു. അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നോക്കാം ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി. ട്രേസബിലിറ്റി കഴിഞ്ഞു, അടുത്താണ് വേരിയബിലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയബിലിറ്റിയുടെ ബേസിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഫിക്സഡ് കോസ്റ്റ്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ് എന്താണ്? ദീസ് ആർ കോസ്റ്റ് വിച്ച് റിമെയിൻ ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ്. അതായത് ഈ കോസ്റ്റ് എന്തായിരിക്കും? എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി, എന്ത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആയാലും അത് എന്ത് ചെയ്യും? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കും. ഓർ അപ് ടു എ ഗിവൺ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി. ഏത് തരത്തിൽ നമ്മൾ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്താലും പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ കോസ്റ്റ് വിച്ച് റിമെയിൻ ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി. അത്തരത്തിലുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നോക്കുക, ഫിക്സഡ് കോസ്റ്റ് ഡു നോട്ട് വേരി വിത്ത് ദ ചേഞ്ച് ഇൻ ദ ചാർജ് അല്ല, ചേഞ്ച് ഇൻ ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചേഞ്ച് ഉണ്ടായാലും എന്തുണ്ടാകുന്നില്ല? ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് വേരിയബിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? എന്തുണ്ടാകുന്നില്ല? വേരിയേഷൻ ഇല്ല, ഫിക്സഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. പക്ഷേ എന്താണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്? അതാണ് ഇമ്പോർട്ടൻ്റ്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്തുണ്ടാകുന്നുണ്ട്? വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഇത് പലപ്പോഴും തെറ്റിപ്പോകാനുള്ള ചാൻസ് ആണ്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? വേരിയബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഫിക്സഡ് കോസ്റ്റ് ആർ ആൾസോ നോൺ ആസ് പീരീഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിന് മറ്റ് പേരുകളാണ് നിരവധി തവണ പരീക്ഷ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? പീരീഡ് കോസ്റ്റ്, സ്റ്റാറ്റിക് കോസ്റ്റ്, റിജിഡ് കോസ്റ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ മറ്റ് പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പീരീഡ് കോസ്റ്റ്, സ്റ്റാറ്റിക് കോസ്റ്റ്, റിജിഡ് കോസ്റ്റ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഫിക്സഡ് പീരീഡ് കോസ്റ്റ് ആണ്, സ്റ്റാറ്റിക് ആണ്, അതുപോലെ റിജിഡ് കോസ്റ്റ് ആണ്. ഇതിനെല്ലാം എന്തിൻ്റെ പേരാണ്? ഫിക്സഡ് കോസ്റ്റിൻ്റെ പേരാണ്. ഇത് പ്രീവിയസ്ലി ചോദിച്ചതാണ് പീരീഡ് കോസ്റ്റ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് വരുന്നതെങ്കിൽ വേരിയബിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. റെന്റ് ഓഫ് ബിസിനസ് പ്രമിസ്. നമ്മൾ ബിസിനസ് പ്രമിസിന് 5000 രൂപ വെച്ച് മാസം അടയ്ക്കുന്നു. അത് എപ്പോഴും എന്തായിരിക്കും? 5000 രൂപയായിരിക്കും. ഓരോ മാസം അടയ്ക്കേണ്ടത് 5000 രൂപയല്ലേ? അതുപോലെ തന്നെ സാലറി ഓഫ് എക്സിക്യൂട്ടീവ് ലൈക്ക് GM, വർക്കേഴ്സ് മാനേജർ, MD എക്സെട്ര
എക്സെട്ര. അതുപോലെ തന്നെ ടാക്സസ് ലൈക്ക് വെഹിക്കിൾ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഇതെല്ലാം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോഴും എല്ലാ വർഷവും ഇത് കോൺസ്റ്റന്റ് ആയ തുകയായിരിക്കും, അല്ലെങ്കിൽ എല്ലാ മാസവും ഇത് കോൺസ്റ്റന്റ് ആയ തുകയായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? വേരിയബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടുത്തെ ഇത് രണ്ടും. അടുത്ത് നോക്കാം വേരിയബിൾ കോസ്റ്റ്. എന്താണ് വേരിയബിൾ കോസ്റ്റ്? ദീസ് കോസ്റ്റ് ടെൻസ് ടു വേരി ഡയറക്ട്ലി വിത്ത് വേരിയേഷൻ ഇൻ ദ വോളിയൂം ഓഫ് ഔട്ട്പുട്ട്. അതായത് നമുക്ക് വോളിയൂം ഓഫ് ഔട്ട്പുട്ടിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വേരിയേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള കോസ്റ്റാണ് എന്ത്? വേരിയബിൾ കോസ്റ്റ്. സോ ദീസ് കോസ്റ്റ് ടെൻസ് ടു വേരി ഡയറക്ട്ലി വിത്ത് വേരിയേഷൻ ഇൻ ദ വോളിയൂം ഓഫ് ഔട്ട്പുട്ട്. വോളിയൂം ഓഫ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അനുസൃതമായി കോസ്റ്റിന് എന്തുണ്ടാകുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വേരീസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ മാറുന്നതനുസരിച്ച് എന്തുണ്ടാകുന്നുണ്ട്? കോസ്റ്റിന് മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഫിക്സഡ്. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്? വേരിയബിൾ കോസ്റ്റിന് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. എന്താണ്? ഗിവൺ വോളിയം അല്ലെങ്കിൽ ഔട്ട്പുട്ട് മാറുന്നതനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ഫിക്സഡ് ആണ്. മനസ്സിലാക്കി വെക്കുക. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ, ഈ വേർഡാണ് ഇമ്പോർട്ടൻറ്റ്, പെർ യൂണിറ്റ് ആണെങ്കിൽ എന്താണ്? വേരിയബിൾ ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ എന്താണ്? പെർ യൂണിറ്റ് ആണെങ്കിൽ ഫിക്സഡ് ആണ്. അല്ല, വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ അത് വേരിയേഷൻ ഉണ്ടാകും. പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ അത് ഫിക്സഡ് ആണ്. ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ വേരിയബിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. തിരിഞ്ഞു പോകാതെ പഠിച്ചു വെക്കുക രണ്ടും. വേരിയബിൾ കോസ്റ്റ് ആർ ആൾസോ നോൺ ആസ് പ്രൊഡക്റ്റ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പീരീഡ് കോസ്റ്റ് ഏതാന്ന് പറഞ്ഞു, ഒരുപാട് തവണ ചോദിച്ചാണ്. പീരീഡ് കോസ്റ്റ് ഏതാണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. പക്ഷേ പ്രൊഡക്റ്റ് കോസ്റ്റ് അതും ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റിന്റെ മറ്റൊരു പേരാണെന്ത്? പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? വേരിയബിൾ ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ്? ഫിക്സഡ് ആണ്. എക്സാമ്പിൾ നോക്കാം. കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ. അതായത് കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയലും കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് ലേബറും ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. അതായത് മെറ്റീരിയലിന് എപ്പോഴും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? മാറ്റം വരും. ലേബർ കണക്കാണ്. ലേബറിന് 1000 രൂപയാണെങ്കിൽ അടുത്ത വട്ടം വരുമ്പോൾ 1200 ആയിരിക്കും. ലേബർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച കൺഫ്യൂസിങ് ഫാക്ടറാണ്. നോക്കാം. സെമി വേരിയബിൾ കോസ്റ്റ്. എന്താണ് സെമി വേരിയബിൾ? എ കോസ്റ്റ് വിച്ച് ഈസ് പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ ഈസ് കാൾഡ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? പാർട്ട്ലി ഫിക്സ്ഡ് ആണ്, പാർട്ട്ലി വേരിയബിളും ആണ്. പാർട്ട്ലി ഫിക്സഡ്, പാർട്ട്ലി വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗത്ത് 2 എണ്ണമാണ് പറഞ്ഞത്. പക്ഷേ ഇതും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. വേരിയബിലിറ്റിയുടെ ബേസിൽ നമ്മൾ ഫിക്സഡും വേരിയബിളേ പറഞ്ഞോളൂ, സെമി വേരിയബിൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സ്റ്റെപ്പ് കോസ്റ്റ്. നമ്മൾ എല്ലാത്തിനും നമ്മൾ പേര് പറഞ്ഞു അല്ലേ? പീരിയഡ് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പീരിയഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ? സ്റ്റാറ്റിക് കോസ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റിന് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞു. മറ്റേ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്താണ്? പ്രൊഡക്റ്റ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റിനെയാണ്, മനസ്സിലായി. സ്റ്റെപ്പ് കോസ്റ്റ് എന്തിൻ്റെ പേരാണ്? സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ്. എക്സാമ്പിൾ നോക്കാം. സൂപ്പർവൈസർ സാലറി, അഡ്വർടൈസ്മെൻറ്റ് ചാർജ്, ടെലിഫോൺ ചാർജ്. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ് സൂപ്പർവൈസർ സാലറി. സൂപ്പർവൈസർ ചാർജ് പാർട്ട്ലി ഫിക്സഡ് ആയിരിക്കാം. ചിലപ്പോൾ അത് ഒരു 5-6 മാസം കഴിയുമ്പോൾ എന്തായിരിക്കാം? മാറാം. അപ്പോൾ എന്തായി? സെമി വേരിയബിളായി. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിനെ സെമി വേരിയബിൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ചാർജ് ഫിക്സഡ് ആയിരിക്കത്തില്ല. പല അഡ്വർടൈസ്മെൻറ്റും പല ചാർജ് ആയിരിക്കും. സോ പാർട്ട്ലി ഫിക്സഡും പാർട്ട്ലി വേരിയബിളും ആണ്. അതുപോലെ തന്നെ ടെലിഫോൺ ചാർജും അത് കണക്ക് തന്നെ. ടെലിഫോൺ ചാർജ് ഒരു മാസത്തെ ഇപ്പോൾ 1000 രൂപയെങ്കിൽ അടുത്ത മാസം 1500 രൂപയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2000 രൂപയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് മാറുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫിക്സഡ് ആവും. ചിലപ്പോൾ അടുത്ത മാസം 1000 തന്നെ ആയിരിക്കാം. ചിലപ്പോൾ 2 മാസം 1000 ആയിരിക്കും. അപ്പോൾ പാർട്ട്ലി ഫിക്സ്ഡും ആയിരിക്കാം, പാർട്ട്ലി വേരിയബിളും ആയിരിക്കാം. അത്തരത്തിലുള്ള കോസ്റ്റുകളെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. 2 ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞു.
ഓൺ ദ ബേസ് ഓഫ് ട്രേസബിലിറ്റി കഴിഞ്ഞു, അതുപോലെ തന്നെ ഓൺ ദ ബേസ് ഓഫ് വേരിയബിലിറ്റി കഴിഞ്ഞു. ഇനി അടുത്താണ് ഓൺ ദ ബേസ് ഓഫ് നോർമാലിറ്റി. നോർമാലിറ്റിയുടെ ബേസിൽ കോസ്റ്റ് നോർമൽ കോസ്റ്റ്, അബ്നോർമൽ കോസ്റ്റ് എന്ന് രണ്ട് തരത്തിലായിട്ട് തിരിക്കുന്നു. എന്താണ് നോർമൽ കോസ്റ്റ്? ഇറ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഈസ് നോർമലി ഇൻകേർഡ്. നോർമലായിട്ട് സംഭവിക്കുന്ന, പേരിൽ തന്നെ നമ്മൾ നേരത്തെ നോർമൽ കോസ്റ്റ് കാര്യം പറഞ്ഞാണ്, വളരെ നോർമലായിട്ട് സംഭവിക്കുന്ന കോസ്റ്റാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെക്റ്റഡ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോസ്റ്റാണ്. അതുപോലെ അൺഅവോയ്ഡബിൾ, അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള കോസ്റ്റാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് കോസ്റ്റ് ആണെങ്കിലും അത് എന്താണ്? നോർമൽ കോസ്റ്റ് ആണ്. അത് എക്സ്പെക്റ്റഡ് ആണ്, അതുപോലെ അൺഅവോയ്ഡബിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായല്ലോ നോർമൽ കോസ്റ്റ് എന്താണെന്ന്. അബ്നോർമൽ കോസ്റ്റോ? ഇറ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് ഈസ് നോട്ട് നോർമലി ഇൻകേർഡ്. നോർമലായിട്ട് സംഭവിക്കാത്ത തരത്തിലുള്ള കോസ്റ്റാണ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് എ ലോസ് ഡ്യൂ ടു ആക്സിഡൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാണിത്, അൺഎക്സ്പെക്റ്റഡ് കോസസിലൊക്കെ, ആക്സിഡൻറ്റോ അൺഎക്സ്പെക്റ്റഡ് കോസ്റ്റിലൊക്കെ സംഭവിക്കുന്ന കോസ്റ്റാണ് അബ്നോർമൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ കോസ്റ്റ്. അൺഅവോയ്ഡബിൾ എന്നാണ് കേട്ടോ. ഇറ്റ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ കോസ്റ്റ്. ഇറ്റ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ കോസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള കോസ്റ്റാണ്. അവോയ്ഡബിൾ കോസ്റ്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ആൻ അവോയ്ഡബിൾ കോസ്റ്റ്. അൺഅവോയ്ഡബിൾ കോസ്റ്റ് ഏതാണ്? നോർമൽ കോസ്റ്റ് ആണ്. എക്സ്പെക്റ്റഡുമാണ്, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കോസ്റ്റാണ്. പക്ഷേ ഇതെന്താണ്? അവോയ്ഡബിൾ, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ്. കാരണം എന്താ? അതോ ആക്സിഡൻ്റ് ആയിട്ട് സംഭവിക്കുന്ന കോസസ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ആണ്. സോ എക്സാമ്പിൾ എന്താ? ലോസ്റ്റ് ബൈ തെഫ്റ്റ് വഴി നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ, ഫയർ വഴി എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ, അത്തരത്തിലുള്ള ലോസൊക്കെ അവോയ്ഡബിൾ ആണ്, നമുക്ക് മനസ്സിലാക്കാം. അത് ഇൻക്വയർ ചെയ്തിരിക്കുന്നത് നമ്മളാൽ കഴിയുന്ന രീതിയിലല്ല, വേറൊരു ഫാക്ടർ കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അബ്നോർമൽ കോസ്റ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബട്ട് ഈസ് ചാർജ്ഡ് ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. ഇത് മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്തരത്തിലുണ്ടാകുന്ന ലോസുകളെ അല്ലെങ്കിൽ അബ്നോർമൽ കോസ്റ്റുകളെ നമ്മൾ എവിടാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എങ്ങും കാണിക്കില്ല, പകരം എവിടാണ് കാണിക്കുന്നത്? കോസ്റ്റിംഗ് P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ക്ലാസിഫിക്കേഷൻ ബേസ് ഓഫ് നോർമാലിറ്റിയും കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്തത്. 6 തരത്തിലാണ് കോസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അതിൽ ആദ്യത്തെ 3 നമ്മൾ പഠിച്ചു. ഓൺ ദ ബേസ് ഓഫ് ട്രേസബിലിറ്റി ഓർ ഐഡൻറ്റിഫയബിലിറ്റി, ഓൺ ദ ബേസ് ഓഫ് വേരിയബിലിറ്റി ആൻഡ് ഓൺ ദ ബേസ് ഓഫ് നോർമാലിറ്റി. അതിൽ തന്നെ ട്രേസബിലിറ്റിയുടെ ബേസിൽ നമ്മൾ ഐഡൻറ്റിഫയബിലിറ്റി അല്ലെങ്കിൽ ട്രേസബിലിറ്റിയുടെ ബേസിൽ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും, ഡയറക്റ്റ് കോസ്റ്റിൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ കേസിൽ ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇത്തരത്തിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തു. അടുത്ത രണ്ടാമത്തെയാണ് ഓൺ ദ ബേസ് ഓഫ് വേരിയബിലിറ്റി, ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും. അതിൻ്റെ കൂടെ നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്നും പഠിച്ചു. അടുത്തതാണ് നോർമാലിറ്റി. നോർമാലിറ്റിയുടെ ബേസിൽ നമ്മൾ ഏതൊക്കെയായിട്ടാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 2 നോർമൽ കോസ്റ്റും അബ്നോർമൽ കോസ്റ്റും. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ബാക്കി ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സും നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു.